എടാ വിജയ, എന്താടാ ദാസ? മലയാള സിനിമാ ചരിത്രത്തിൽ ഏറെ പ്രത്യേകതകളോടെ രേഖപ്പെടുത്തിയ ശ്രീനി യുഗം അവസാനിച്ചു. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ പച്ചയായി വരച്ചു കാട്ടിയ നന്മ നിറഞ്ഞ ശ്രീനിവാസൻ, നർമ്മം കൊണ്ട് നേരിന്റെ വഴികാട്ടിയായ സാധാരണ ജീവിതത്തിന്റെ അസാധാരണ ദർശനം. അഭിനയത്തിൽ കലാസബരിയയിൽ ശ്രീ നിറച്ച ആ അതുല്യ പ്രതിഭയ്ക്ക് മുന്നിൽ ഒരുപിടി ഹൃദയപുഷ്പങ്ങൾ സമർപ്പിക്കാം. മലയാളത്തിന്റെ ശ്രീക്ക് സെന്റ് മേരീസിന്റെ സ്നേഹാദരവ്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. കരയും കടലും പകിട കളിയിൽ മുഴുകണ തീരയും തുരയും കഥകൾ എഴുതി ചിരിക്കണേ. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാ.
അല്ല അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ? പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ? ആ ഇത് കൊള്ളാം. പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ? ഇത് കുറച്ചുകൂടെ കൊള്ളാം. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ? പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ? നമ്മുടെ മഴവിൽ കനവിൻ അതിരിന് പൂമാനം, ഈ മുത്തുവനത്തിനു ചുറ്റും മതിലുകളാകാശം. നമ്മുടെ മഴവിൽ കനവിൻ അതിരിന് പൂമാനം, ഈ മുത്തുമനസ്സിനു ചുറ്റും മതിലുകളാകാശം. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ? പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ? കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. എന്റെ രാധേ നീ വരൂ, താനെ പൂക്കും വനമലരായി. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. സമുദ്രത്തിൽ എവിടെ ചെന്ന് അന്വേഷിക്കാൻ? എന്താ നോക്കുന്നത്? നീ എന്താ തുറച്ചു നോക്കുന്നത്? ഞാൻ എവിടെ സംസാരിക്കുന്നു നീ കേൾക്കുന്നില്ലേ? അതിന് നീ സംസാരിക്കുമ്പോൾ ഞാൻ തുണി കഴിച്ചിട്ട് തുള്ളണോ? നിനക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞൂടെ? എന്തിന്? നീ സ്വയം ഒരു തീരുമാനം എടുക്കുന്നത് വരെ മൗനം വിദ്വാനും ഭൂഷണം. ഓ വിദ്വാൻ ദാസ, വെറുതെ മനുഷ്യന്റെ മേക്കിട്ട് കയറാൻ വരല്ലേ. ബികോം ഫസ്റ്റ് ക്ലാസ്സുകാരനായ നീ നല്ല നല്ല ഐഡിയാസ് പറ. പ്രീ ഡിഗ്രിക്കാരനായ ഞാൻ അക്ഷരം വെറുതെ അനുസരിക്കാം. അങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. സർക്കാർ തരുന്ന ശമ്പളം മേടിച്ച് ഉരുട്ടി ഉരുട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ നീ. ഒരു വഴക്കിന് എനിക്കിപ്പോ തൽക്കാലം മൂടില്ല. എന്നാ മൂടുള്ളപ്പോ പറ, അപ്പൊ ഞാൻ വരാം. ഞാനൊരു സത്യം പറഞ്ഞ നീ ഞെട്ടരുത്. നമ്മളെ കൊണ്ട് ബാർബറയും കണ്ടുപിടിക്കാൻ പറ്റില്ല, കിരീടവും വീണ്ടെടുക്കാൻ പറ്റില്ല, ഉറപ്പാ. അതുകൊണ്ട് വയസ്സുകാലത്ത് ചാരുകസരെ കിടന്ന് അയവറക്കാൻ കുറെ മധുര സ്മരണകൾ ഉണ്ടാക്കിയിട്ട് സ്ഥലം വിടുക, അത്ര തന്നെ. അല്ല, നീ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്. പിന്നെ എന്താ പ്രശ്നം? ഈ സ്വപ്ന ലോകത്തിന്റെ ഉന്മത്തമായ ആവേശം നമ്മൾ ഉൾക്കൊള്ളുന്നു. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവ ലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവ ലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ.
എടാ വിജയ എന്താടാ ദാസ